ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ജുസ്ഉ സാദിസ് അഷർ മിനൽ ഫുർഖാനിൽ അളീം. 16ാമത്തെ ജുസ്ഉ. 16ാമത്തെ ജുസ്ഇന്റെ ആരംഭം സൂറത്തുൽ കഹ്ഫിന്റെ ഭാഗമായിട്ട് ഇന്നലത്തെ ക്ലാസ്സിൽ വിശകലനം ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്നത് 2 സൂറത്തുകളാണ്, മറിയം, ത്വാഹ. അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്നുള്ളതാണ് ഈ ജുസ്ഇന്റെ പൊതുവായ സന്ദേശം. സൂറ മറിയമും സൂറ ത്വാഹയും ആ അർത്ഥത്തിൽ വിശ്വാസി സമൂഹത്തിന് ഏറെ പ്രചോദനാത്മകമായ അധ്യായങ്ങളാണ്. പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മറിയമും ത്വാഹയും വെളിച്ചമാണ്, ആവേശമാണ്. പുതിയ തുറസ്സുകളെക്കുറിച്ചുള്ള ആലോചനകൾക്കും അന്വേഷണങ്ങൾക്കും പ്രതീക്ഷകൾക്കും പ്രേരണ ചെലുത്തുന്ന 2 അധ്യായങ്ങളാണ്. ഭൗതിക നിയമങ്ങൾക്കപ്പുറമാണ് ദൈവികമായ ഇടപെടൽ, അസുന്നത്തുൽ ഇലാഹിയ. വിശ്വാസികൾ അവരുടെ കർമ്മങ്ങളും പരിപാടികളും പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ അസുന്നത്തുൽ ഇലാഹിയയിൽ വിശ്വസിക്കണം, പ്രതീക്ഷ അർപ്പിക്കണം, അത് പ്രചോദനമായി സ്വീകരിക്കണം എന്ന് മനസ്സിലാക്കാൻ ഈ 2 അധ്യായങ്ങളും നമ്മെ സഹായിക്കുന്നതാണ്. ഫഹബിലി മില്ലതുങ്ക വലിയ. സക്കരിയയുടെ ഒരു പ്രാർത്ഥനയിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത്. സക്കരിയ പിൻഗാമിയെക്കുറിച്ച് നിരാശനായ വേളയിൽ, ഒരു കുഞ്ഞു ജനിക്കാനുള്ള ആരോഗ്യാവസ്ഥകളും സമയവും ഘട്ടങ്ങളുമൊക്കെ പിന്നിട്ട സന്ദർഭത്തിലായിരിക്കെ സക്കരിയ പിൻഗാമിക്ക് വേണ്ടി അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ സക്കരിയ ഉപയോഗിക്കുന്ന ശബ്ദം ഫഹബിലി മില്ലതുങ്ക വലിയ എന്നാണ്. 2 വാക്യങ്ങൾ ഇതിൽ ശ്രദ്ധേയമാണ്, 2 പദങ്ങൾ. ഒന്ന് വഹബ യഹിബു, ഫഹബിലി, എനിക്ക് നീ സവിശേഷമായി നൽകണം. സാധാരണഗതിയിൽ ലഭ്യമാകാത്തതിനെ സവിശേഷമായി ലഭ്യമാകുന്നതിനെയാണ് മൗഹൂബ് എന്ന് പറയുക. അഥവാ കസ്ബി അല്ല, കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സമ്പാദിക്കുന്നതല്ല, അള്ളാഹുവിൻ്റെ സവിശേഷാധികാരം ഉപയോഗിച്ചുകൊണ്ട് അവൻ നൽകുന്നതാണ് മൗഹൂബ്. മില്ലതുങ്ക, ലദുന്നി എന്ന് പറയും. അതും അതേ അർത്ഥത്തിൽ തന്നെയാണ്. പടച്ചവൻ പ്രത്യേകം തീരുമാനമെടുത്ത് സവിശേഷ അനുഗ്രഹമായി പ്രദാനം ചെയ്യുക. ആ അർത്ഥത്തിൽ എനിക്കൊരു കുഞ്ഞിനെ തരണം, എനിക്കൊരു പിൻഗാമിയെ തരണം എന്ന പ്രാർത്ഥന സക്കരിയ അവതരിപ്പിക്കുന്നു. അള്ളാഹുവിനോട് എന്തും എപ്പോഴും ചോദിക്കാം, ചോദിപ്പിച്ച് സാധിച്ചെടുക്കാം. പക്ഷേ ആ ചോദ്യങ്ങൾ അള്ളാഹുവിനോട് മാത്രം ചോദിക്കണം, പ്രതീക്ഷയോടുകൂടി ചോദിക്കണം. അള്ളാഹുവിങ്കൽ നിന്ന് ചോദിച്ചു വാങ്ങാനുള്ള ഈമാനിക ബലത്തോടു കൂടി ചോദിക്കണം. അങ്ങനെയാണ് സക്കരിയക്ക് യഹിയ പിറക്കുന്നത്, മറിയമിന് ഈസ പിറക്കുന്നതും അങ്ങനെ തന്നെ. ലി അഹബലക്കി ഗുലാമൻ സക്കിയ. മറിയമിന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് സംസാരിക്കുക. ജിബ്രീലിനെ ഈ അധ്യായം റൂഹ് എന്നാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഫഅർസൽനാ ഇലൈഹ റൂഹന ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യ ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സക്കിയ്യ. അവിടെയും അല്ലാഹു വഹാബ് എന്ന നിലക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ
പരിശുദ്ധമായ നാമങ്ങളിൽ ഒരു നാമമാണ് വഹാബ് എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ആ നാമം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം, യാ വഹാബ്, വഹാബായവന് നമുക്ക് ഭൗതികമായ നിയമങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ട് ഭൗതിക നിയമങ്ങൾക്കതീതമായി പലതും നൽകാൻ സാധിക്കുന്നതാണ്. ഇന്ന് ബദർ ദിനമാണല്ലോ. ബദർ വിജയത്തെയും ആ ഗണത്തിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുക. 313 ആളുകൾ, പരമാവധി ആയുധം കുറഞ്ഞവർ, യുദ്ധപരിശീലനം സിദ്ധിക്കാത്തവർ, ആയിരങ്ങൾ വരുന്ന കുതിരപ്പടയോട്, സായുധ വിഭൂഷിതരായ അക്രമി സംഘത്തോട് ഏറ്റുമുട്ടുമ്പോൾ അവർ ജയിക്കുന്നു. അവരെ പ്രചോദിപ്പിക്കുവാൻ രണാങ്കണത്തിൽ 1000 മലക്കുകൾ ഇറങ്ങുന്നു. യാ അന്തൽ വഹാബ്, വഹാബായവനെ എന്ന വിളിയിൽ നമുക്ക് ലഭിക്കുന്ന ഉത്തരമാണിത്. അങ്ങനെ ഈമാനിൽ പ്രചോദിതമായി, തഖ്വയിൽ അധിഷ്ഠിതമായി ഇഹ്സാനോടുകൂടി നമ്മൾ മുന്നേറുമ്പോൾ അത്തരം അനുഭവങ്ങൾ, സന്ദർഭങ്ങളിൽ ഓരോ കാലഘട്ടത്തിലെയും ഇസ്ലാമിക സമൂഹത്തിന് പ്രതീക്ഷിക്കാവുന്നതാണ്, നമുക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. അത്തരമൊരു പ്രതീക്ഷയോടുകൂടി വേണം അള്ളാഹുവിൻ്റെ ദീനിന്റെ മാർഗത്തിൽ സമരോത്സുകരായി നാം മുന്നോട്ട് പോകുവാൻ. ദീനിന്റെ ഇന്നലകളിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന അധ്യായങ്ങളാണ് സൂറ ത്വാഹയും സൂറ മറിയമും. ഇന്നലകളിലെ അനുഭവങ്ങളും ഇന്നലകളിലെ നിർണായകമായ വേളകളും സന്തോഷകരവും ആഹ്ലാദകരവുമായ സന്ദർഭങ്ങളും കഴിഞ്ഞ ജുസിലും നാം ശ്രദ്ധിക്കുകയുണ്ടായി. ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ഇന്നലകൾ, അസ്ഹാബുൽ കഹ്ഫിന്റെ ഇന്നലകൾ, മൂസ ഖളിർ സംഭവം, ദുൽഖർനൈൻ എന്ന ഭരണാധികാരിയുടെ രാജ്യഭരണം, പ്രസ്തുത സംഭവങ്ങളെല്ലാം തന്നെ 15ാമത് ജുസിൽ നാം വായിക്കുകയുണ്ടായി. ഇസ്ലാമിക സമൂഹത്തിലെ ഇന്നലകളിലെ ശുഭവൃത്താന്തങ്ങളായിരുന്നു അവയൊക്കെയും. ശുഭവൃത്താന്തങ്ങൾ മാത്രമല്ല, ധാർമ്മികവും സദാചാരപരവുമായ പിന്നോക്കാവസ്ഥ സംഭവിച്ചപ്പോൾ ഉണ്ടായിത്തീർന്ന തിരിച്ചടികളും അതിൽ നാം വായിക്കുകയുണ്ടായി. ജൂദായിസത്തിന്റെ ചരിത്രമല്ല അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. ക്രിസ്ത്യാനികളുടെ ചരിത്രമല്ല അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം. ജൂതന്മാരുടെയോ ക്രിസ്ത്യാനികളുടെയോ കഥയല്ല ബനൂ ഇസ്രായേൽ കഥയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. ഇസ്ലാമിന്റെ കഥയാണ്, മുസ്ലിം സമൂഹത്തിന്റെ കഥയാണ്. ചില തഫ്സീറുകളിലെങ്കിലും ഈ വിഷയത്തിൽ അബദ്ധങ്ങൾ വരാറുണ്ട്. ഗുരുതരമായ അബദ്ധമെന്ന് അതിനെക്കുറിച്ച് പറയാതെ നിർവാഹമില്ല. ചില തഫ്സീറുകൾ വായിച്ചാൽ അസ്ഹാബുൽ കഹ്ഫ് ക്രിസ്ത്യാനികളാണ്, ചില തഫ്സീറുകൾ വായിച്ചാൽ മൂസാ നബി ജൂതനാണ്, ഈസാ നബി ക്രിസ്ത്യാനിയാണ്. ഇങ്ങനെ തോന്നിപ്പോകുമാറുള്ള വിശദീകരണങ്ങളും വിശദാംശങ്ങളെല്ലാം കാണാൻ സാധിക്കാറുണ്ട് എന്ന് ഖേദപൂർവം ദുഃഖത്തോടുകൂടി ഇവിടെ ഓർക്കേണ്ടി വരുന്നു. അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെയും പേരാണ്. മൂസ ഖളിർ സംവാദം എന്ന് പറയുന്നത് ഇസ്ലാമിക തർബിയത്തിന്റെ ഭാഗമായി, തസ്കിയത്തിന്റെ ഭാഗമായി സംഭവിച്ച കാര്യമാണ്. ദുൽഖർനൈൻ എന്ന് പറയുന്നത് മാതൃകായോഗ്യനായ ദീനി ധർമ്മങ്ങളും ദീനി മര്യാദകളും ദീനി നീതിബോധവും ഒക്കെ ഉൾക്കൊണ്ട ഒരു ഭരണകർത്താവിന്റെ പേരാണ്. ആ ഇന്നലകളിലൂടെ കടന്നു വന്ന് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ മറിയമിലൂടെയും സൂറ ത്വാഹയിലൂടെയും ശോഭനമായ ഇന്നലകളിലേക്ക് നമ്മെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ശോഭനമായ ഇന്നലകൾ പറയുന്നതിനിടയിൽ തിരിച്ചടികളെ കുറിച്ചും അള്ളാഹു നമ്മോട് പറയാറുണ്ട്, പറഞ്ഞു വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇന്നലകൾ ശോഭനമായി എന്നും എന്തുകൊണ്ട് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരുന്നു എന്നും നമ്മൾ കൃത്യമായി വിശകലനം ചെയ്യണം. കഥകൾ വായിക്കുന്നതിലല്ല കാര്യം, കഥകളിലെ വരികൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന സന്ദേശങ്ങൾ വായിക്കുന്നതിലും ഉൾക്കൊള്ളുന്നതിലുമാണ് കാര്യം. ഇന്നലകളെ കുറിച്ച് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറെ വർത്തമാനങ്ങളുണ്ട്. ഒന്ന്, പ്രതീക്ഷാനിർഭരമായി അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം. അതാണ് സക്കരിയ നമുക്ക് നൽകുന്ന പ്രചോദനം. പ്രതീക്ഷാനിർഭരമായി അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം. രണ്ട്, സക്കരിയക്ക് പിറന്ന പ്രവാചക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട യഹ്യ, ആ യഹ്യ ഭാവിയിലേക്കുള്ള സൂചകമാണ്. ഭാവി ഇരുളടഞ്ഞതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ്, ഭാവിയിൽ എനിക്ക് പിൻഗാമികളില്ല എന്ന് ആലോചിക്കുമ്പോഴാണ് യഹ്യ പിറക്കുന്നത്, യഹ്യ പ്രവാചകത്വ പദവിയിലേക്ക് ഉയരുന്നത്. മൂന്ന്, കടുത്ത പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്ന്
ഇലാഹിന് സമർപ്പിതമായി ജീവിച്ച മറിയം. മറിയം സ്ത്രീയാണ്. സ്ത്രീ പൊതുവെ ദുർബലയായിട്ടാണ് വിലയിരുത്തപ്പെടാറ്. മാനസികമായ ഇച്ഛാശക്തി കുറഞ്ഞവളായിട്ടും നിശ്ചയദാർഢ്യത്തിന് കമ്മി അനുഭവപ്പെടുന്നവരുമായിട്ടാണ് വിലയിരുത്തപ്പെടാറ്. പക്ഷേ മറിയം ഇവിടെ നേതാവായി, നായികയായി ഉയരുകയാണ്. മറിയം പള്ളിയിൽ സ്ഥിര താമസക്കാരിയാണ്. മറിയമിന്റെ അടുത്ത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സന്ദർശിക്കുകയാണ്. മറിയം ഇലാഹിയായ ഒരു സവിശേഷ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗർഭം ധരിക്കുകയാണ്. ആ ഗർഭം പേറി ഉയർന്ന സാന്നിധ്യത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി ലോക നായികന്മാരുടെ സ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ മറിയമിന് സാധിച്ചത് ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രത്തിലെ ചേതോഹരമായ മനോഹരമായ ഒരു അധ്യായമാണ്. 4 സ്വലാത്തിന്റെയും സക്കാത്തിന്റെയും വക്താക്കളായ അബ്ദുള്ളയും റസൂലുള്ളയുമായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. മുഹമ്മദ് നബി സ്വലാത്ത് പഠിപ്പിച്ചു. മുഹമ്മദ് നബി സക്കാത്ത് പഠിപ്പിച്ചു. മുഹമ്മദ് നബി ഞാൻ അബ്ദുള്ളയാണെന്ന് പറഞ്ഞു. മുഹമ്മദ് നബി ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞു. പക്ഷേ മാഖാന ബിദ്അൻ മിനർ റസൂൽ, അതൊരു പുതിയ കാര്യമല്ല. നേരത്തെ അക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുവന്നതിന്റെ തുടർച്ചയാണ്. ഇന്നനി അബ്ദുള്ള ആത്താനിയൽ കിതാബ് വജഅലനി നബിയ്യ വഔസാനി ബിസ്സകാത്തി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. ഈസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം സൂറ മറിയമിലുണ്ട്. ഖാല ഇന്നി അബ്ദുള്ള ആത്താനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയിലാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിനെ പൂർത്തീകരിച്ച് പ്രബോധനം ചെയ്തത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എന്താ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനം? ഖാല, അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇന്നി അബ്ദുള്ള, തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ദൈവപുത്രനല്ല. അത്താനിയൽ കിതാബ്, എനിക്ക് അള്ളാഹു ഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനി നബിയ്യ, എന്നെ അള്ളാഹു നബിമാരിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വജഅലനി മുബാറകൻ, ഞാൻ അനുഗ്രഹീതനാണ് അള്ളാഹുവിന്റെ തീരുമാനത്താൽ. ഐനമാ കുന്തു, എവിടെ പോയാലും അള്ളാഹുവിന്റെ ബർക്കത്തിലായി ഞാൻ ഉണ്ടാകും. ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. സ്വലാത്തിന്റെയും സക്കാത്തിന്റെയും ദീനാണ് എനിക്ക് പ്രബോധനം ചെയ്യാനുള്ളത്. അങ്ങനെ സ്വലാത്തിന്റെയും സക്കാത്തിന്റെയും ദീന് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതുതായി പ്രബോധനം ചെയ്യുകയല്ല, ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്, സമുദ്ധരിക്കുകയാണ്. അങ്ങനെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ ഒടുവിലത്തെ സാന്നിധ്യവും നവോത്ഥാന സാന്നിധ്യവുമായിട്ടാണ് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെടുന്നത്. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂ ഹാദാ സിറാത്തും മുസ്തഖീം. ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂ, എന്റെയും നിങ്ങളുടെയും റബ്ബ് അല്ലാഹു, അവന് വിധേയപ്പെട്ട് ജീവിക്കുക. ഹാദാ സിറാത്തും മുസ്തഖീം, ഇതാണ് നേരായ മാർഗം എന്ന് പ്രബോധനം ചെയ്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻഗാമികളായിട്ടാണ് മറിയമും ഈസയും യഹ്യയും സക്കരിയയും എല്ലാം തന്നെ നമ്മുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നത്. തൗഹീദിന്റെ തേരാളിയായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ധീരനും ത്യാഗിയുമായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, സ്വലാത്തിന്റെയും സക്കാത്തിന്റെയും പ്രബോധകനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർമ്മിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ മറിയമിൽ പറയുന്നത്, വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യ വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി ഇൻദ റബ്ബിഹി മർളിയ്യ. തുടക്കക്കാരിൽപ്പെട്ട ഇദ്രീസ് അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇടക്ക് പ്രത്യക്ഷപ്പെട്ട് ഇസ്ലാമിക സമൂഹത്തിന് നേതൃത്വം നൽകിയ ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ചരിത്രത്തിന്റെ ഉള്ളിലേക്ക്, അഥവാ ഇസ്ലാമിക സമൂഹത്തിന്റെ അടിവേരുകളിലേക്ക്, താഴ്വേരുകളിലേക്ക്, പാരമ്പര്യത്തിന്റെയും പൈതൃകത്തിന്റെയും ഇന്നലകളിലേക്ക് സഞ്ചരിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന അധ്യായമാണ് സൂറ ത്വാഹയും സൂറ മറിയമും എന്ന് കാണാവുന്നതാണ്. ആദമും മക്കളും, നൂഹും മക്കളും, ഇബ്രാഹിമും മക്കളും, ഇസ്രായേലും മക്കളും, ബനു ആദം, ബനു നൂഹ്, ബനു ഇബ്രാഹിം, ബനു ഇസ്മായിൽ. അങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം വികസിച്ചു വരുന്നത്. ബനു ഇസ്രായേൽ. ഈ രീതിയിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ചരിത്രയാത്രയെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന അധ്യായമായിട്ട് സൂറ മറിയമിനെയും സൂറ ത്വാഹയും
നമുക്ക് നോക്കിക്കാണാവുന്നതാണ്, വിലയിരുത്താവുന്നതാണ്. സൂറ മറിയമിലെ സൂക്തം 58 അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മനോഹരമായിട്ട് അക്കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യിന മിൻ ദുരിയത്തി ആദം വമിമ്മൻ ഹമൽനാ മഅ നൂഹ് വമിൻ ദുരിയത്തി ഇബ്രാഹിം വഇസ്രായീൽ വമിമ്മൻ ഹദൈനാ വജ്തബൈനാ ഇദാ തുത്ല അലൈഹിം ആയാതു റഹ്മാനി ഖറു സുജ്ദൻ വബുക്കിയ. ഇപ്പോൾ റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന അന്തിമ രൂപവും ഘടനയും നൽകിക്കൊണ്ടിരിക്കുന്ന ആദർശപരമായ കൃത്യതയും വ്യക്തതയും നൽകി സ്ഫുടം ചെയ്ത് ചരിത്രത്തിൽ അതിനെ പുനഃസ്ഥാപിച്ച് അന്ത്യനാൾ വരേക്കും നിർണയിച്ച് നിശ്ചയിക്കാൻ പോകുന്ന ഇസ്ലാമിക സമൂഹമുണ്ടല്ലോ, ആ ഇസ്ലാമിക സമൂഹത്തിന് ഒരു ചരിത്രയാത്രയുണ്ട്. എന്താണ് ആ ചരിത്രയാത്ര? ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ, അംബിയാ മുർസലുകളിലൂടെയുള്ള ഒരു യാത്രയാണിത്. മിൻ ദുരിയത്തി ആദം, ആദമിന്റെ മക്കളായിട്ട്, വമിമ്മൻ ഹമൽനാ മഅ നൂഹ്, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം വന്നവരായിട്ട്, വമിൻ ദുരിയത്തി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയായിട്ട്, വഇസ്രായീൽ, യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയായിട്ട്, വമിമ്മൻ ഹദൈനാ വജ്തബൈനാ, ഇവർക്കെല്ലാവർക്കും നാം നൽകിയതാണ് ഹിദായത്ത്, ഇവരെ എല്ലാവരെയും നാം തെരഞ്ഞെടുത്തതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ നായകന്മാരായിട്ട്, മനുഷ്യ സമൂഹത്തിന്റെ നേതാക്കന്മാരായിട്ട്. ഇദാ തുത്ല അലൈഹിം ആയാതു റഹ്മാനി ഖറു സുജ്ദൻ വബുക്കിയ, അല്ലാഹുവിന്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ കേൾക്കുമ്പോൾ, റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഓർമ്മിക്കുമ്പോൾ തീർച്ചയായും സുജൂദിലായിട്ട് പ്രത്യക്ഷപ്പെടുക, അങ്ങേയറ്റത്തെ മാനസികമായ ആത്മീയമായ ധ്യാനബോധത്തോടുകൂടി കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വണങ്ങി പ്രത്യക്ഷപ്പെടുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ദീൻ. ആ ദീനാണ് ഇവിടെ ഇപ്പോൾ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നത് എന്ന സന്ദേശമാണ് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ വിലയിരുത്തുകയാണ് എങ്കിൽ 7 ഗുണങ്ങൾ, 7 ഘടകങ്ങൾ ഇസ്ലാമിക സമൂഹം എപ്പോഴും പൊതുവായിട്ട് കൈമാറുന്നതായിട്ട്, പൊതുവായിട്ട് കൊണ്ടു നടക്കുന്നതായിട്ട് ഈ ജുസിൻ വിലയിരുത്തുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. 1 ഇഖാമത്തു സ്വലാത്ത്, 2 ഈതാഉ സകാത്ത്, 3 തർക്കു ഷഹവാത്ത്. തർക്കു ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇച്ഛാപരമായ സ്വേച്ഛാപരമായ താല്പര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് വേണം സ്വലാത്തിന്റെയും സക്കാത്തിന്റെയും വക്താവായിട്ട് മാറാൻ. 4 അത്തൗബ, അള്ളാഹുലേക്ക് നിരന്തരമായി പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ടേയിരിക്കണം. 5 അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് നിക്ഷേപമായിട്ടുണ്ടാവുക നമ്മുടെ ദുശാഠ്യങ്ങളോ ദുർമേധസ്സുകളോ സാമുദായിക വംശീയ അഹന്തകളൊന്നുമല്ല. അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങളാണ്. 5 അത്തഖ്വ, 6 തലബുൽ ആഖിറ, 7 തലബുൽ ആഖിറ. 1 ഇഖാമത്തു സ്വലാത്ത്, 2 ഈതാഉ സകാത്ത്, 3 തർക്കു ഷഹവാത്ത്, 4 അത്തൗബ, 5 അൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, 6 അത്തഖ്വ, 7 തലബുൽ ആഖിറ. പരലോക പ്രതീക്ഷിതമായ ജീവിതം, പരലോക കേന്ദ്രീകൃതമായ ജീവിതം. ഈ ഒരു ആശയത്തെയാണ് ഇസ്ലാം പൊതുവെ മുന്നോട്ട് വെക്കുന്നത്. ആ ആശയത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതുധാരയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ മറിയമിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് കാണാവുന്നതാണ്. സൂറ ത്വാഹയിലേക്ക് വരുമ്പോൾ മുഖ്യ പ്രമേയം ഇസ്ലാമിക സമൂഹത്തിന്റെ നിർണായക ചരിത്രഘട്ടമായ മൂസ ഹാറൂൻ കാലഘട്ടമാണ്. മൂസ ഹാറൂൻ മൂവ്മെന്റ് എന്ന് നമുക്കതിനെ വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഫറോവ വിരുദ്ധ പ്രസ്ഥാനം എന്ന് നമുക്കതിന് തലക്കെട്ട് നൽകാവുന്നതാണ്. എന്താണ് മൂസ ഹാറൂൻ മൂവ്മെന്റിന്റെ മൗലിക പ്രമേയം? എന്താണ് ഫറോവ വിരുദ്ധ മൂവ്മെന്റിന്റെ പ്രസ്ഥാനത്തിന്റെ പ്രചോദനാത്മകമായി പ്രവർത്തിച്ച അടിസ്ഥാന സിദ്ധാന്തം? ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിനി സ്വലാത്ത ലിദിക്രി ഇന്ന സഅത ആതിയത്തുൻ അഖാദു ഉഖ്ഫിഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്അ. അതുതന്നെയാണ് ദീനി പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന മുദ്ര. ആ അടിസ്ഥാന മുദ്ര തന്നെയാണ് മൂസ പ്രസ്ഥാനത്തിന്റെയും അടിസ്ഥാന മുദ്ര എന്ന് നമുക്ക് സൂറ ത്വാഹയിലെ 14, 15 ആയത്തുകൾ വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ അടയാളമായ, നിരന്തരമായി അതിനെ പ്രതീകവൽക്കരിക്കുന്ന, പ്രകടിപ്പിക്കുന്ന, പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന ചിഹ്നമായ ഇഖാമത്തു സ്വലാത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തരമായ സ്മൃതി, ദിക്റുള്ള, അതോടൊപ്പം പരലോകം എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജീവിത ക്രമീകരണം. മുൻ അധ്യായമായ മറിയമിൽ വന്ന അപ്രതീക്ഷിതവും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവുമായ ദൈവിക സഹായം എന്ന ഘടകത്തെയും സൂറ ത്വാഹ പൊലിപ്പിച്ചു കാണിക്കുന്നുണ്ട്.
നേരത്തെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ സൂറ യൂസുഫിൽ അത് നമ്മൾ കണ്ടതാണ്. പിന്നെ സക്കരിയ യഹ്യ ചരിത്രത്തിലും നമ്മൾ അത് കണ്ടതാണ്. ഇവിടെ നൈലിൽ നിന്ന് കൊട്ടാരത്തിൽ എത്തിച്ചേരുന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ളത് നൈൽ നദിയിലേക്ക് ഒഴുക്കപ്പെട്ട ഒരു നിർണായക ഘട്ടത്തിൽ, ആൺകുട്ടികളെല്ലാം തന്നെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ബനു ഇസ്രായേൽ സമൂഹത്തിൽ പിറന്ന ആൺകുഞ്ഞിനെ രക്ഷിച്ചെടുക്കുക എന്ന നിലപാടിൽ നൈലിൽ ഒഴുക്കുകയാണ് ഉമ്മ മൂസ എന്ന തന്റെ കുഞ്ഞിനെ. പക്ഷെ അത് കൊട്ടാരത്തിൽ തിരിച്ചെത്തുന്നു. അള്ളാഹുവിന്റെ നടപടിക്രമം സവിശേഷമായ ഇടപെടൽ. ഇവിടെ സ്ത്രീ ഘടകത്തെയും നമ്മൾ വിലയിരുത്തേണ്ടതാണ്. മൂസയുടെ ഉമ്മ ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. മൂസയുടെ സഹോദരി ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. നേരത്തെ മറിയമും ചരിത്രത്തിന്റെ ഭാഗമായി. അതായത് സ്ത്രീയും പുരുഷനും ചേർന്നുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. കേവലം പുരുഷ കേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യ ഘടന ഇസ്ലാമിന് എന്നും അന്യമാണ്, അന്നും ഇന്നും അന്യമാണ്. അത് ഇസ്ലാമികമേ അല്ല. സ്ത്രീ പുരുഷ കേന്ദ്രീകൃത മേധാവിത്വം എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക നിലപാടേയല്ല, ഒരു ജാഹിലിയ നിലപാടാണ്. ഇസ്ലാമിക ചരിത്രത്തിന്റെ യാത്ര എന്ന് പറയുന്നത്, പുരോയാനം എന്ന് പറയുന്നത്, വികാസം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ പങ്കാളിത്തത്തോടു കൂടിയാണ് എന്ന ഘടകവും ഇവിടെ നമ്മുടെ ആലോചനയിൽ വരേണ്ടതുണ്ട്. ഭരണകൂടത്തോടുള്ള പ്രബോധനം മൂസ ചരിത്രത്തിന്റെ ഭാഗമാണ്. അർസൽമാന ബനി ഇസ്രായേൽ വലാ തുഅദ്ദിബുഹും. ഫറവോൻ ഭരണകൂടം മർദ്ദന പീഡനങ്ങൾ നൽകി അടിച്ചമർത്തി വെച്ചിരുന്ന ആ കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ വിമോചനം. തീർച്ചയായും ഇന്ത്യ രാജ്യത്തേക്ക് വരുമ്പോൾ മുസ്ലിം സാമൂഹിക വിമോചനം, മുസ്ലിം രാഷ്ട്രീയ വിമോചനം എന്ന നമ്മുടെ അജണ്ടയെ ഈ ഒരു ചരിത്രഘട്ടവുമായി നമുക്ക് ചേർത്ത് വെക്കാവുന്നതാണ്. തൗഹീദിന്റെയും ആഖിറത്തിന്റെയും ചേരുവയിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ സാമൂഹിക വിമോചനത്തെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് വെക്കുന്നത്. അഥവാ ആധ്യാത്മിക ആലോചനയും രാഷ്ട്രീയ ആലോചനയും സാമൂഹിക ആലോചനയും ചേർന്ന് വരുമ്പോഴാണ് അത് ഇസ്ലാമികമായി തീരുന്നത്. ഇസ്ലാമിന്റെ പാരമ്പര്യം, ഇസ്ലാമിന്റെ പരസ്യവും ധീരവുമായ അവതരണം ഏത് ചരിത്രഘട്ടത്തിലും, ഏത് വിധി നിർണായക ഘട്ടത്തിലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇസ്ലാമിനെ പരസ്യമായും ധീരവുമായി അവതരിപ്പിക്കാനുള്ള ശേഷിയാണ്, പ്രാപ്തിയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. ഈജിപ്തിലെ ഒരു ഉത്സവ ദിനത്തിൽ തന്നെ ജനങ്ങൾ ധാരാളമായി സംഘടിക്കുന്ന ഒരു വേദിയിൽ തന്നെ, ഒരു സന്ദർഭത്തിൽ തന്നെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഇസ്ലാമിന്റെ അവതരണം നിർവഹിക്കുവാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്നദ്ധനാകുന്നു. ഫറോവയുടെ നിർദ്ദേശാനുസരണം തന്നെ നമുക്ക് ഉത്സവ നാളിൽ സമ്മേളിക്കാം. ജനങ്ങളെല്ലാം തന്നെ ഒത്തുചേരുന്ന ലുഹാ സമയത്ത് നമുക്ക് സംഗമിക്കാം. അങ്ങനെ ലുഹാ സമയത്ത് സംഗമിച്ചുകൊണ്ട്, മധ്യാഹ്ന വേളയിൽ സംഗമിച്ചുകൊണ്ട്, ജനമധ്യത്തിൽ സംഗമിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രഖ്യാപനം നടത്തുകയും ഇസ്ലാമിന്റെ പക്ഷത്ത് നിന്ന് നിലപാടെടുക്കുകയും ഇസ്ലാമിക പക്ഷം ജയിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഫറോവയോടൊപ്പം നിൽക്കാനും ഫറോവയെ വിജയിപ്പിക്കാനും ഫറോവയുടെ പക്ഷത്ത് നിന്ന് പണിയെടുക്കാനും അധ്വാനിക്കാനും വേണ്ടി ഹാജരായ സാഹിറുകൾ, മാരണക്കാർ തോറ്റുപോകുന്നു എന്ന് മാത്രമല്ല, ആ പരസ്യവേദിയിൽ വെച്ച് പരസ്യമായി തന്നെ അവർ പ്രഖ്യാപിച്ചു, ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ. ഹാറൂൻ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും പ്രബോധനം ചെയ്യുന്ന തൗഹീദി ഉഖ്റവി ദർശനത്തിന്റെ ഭാഗമായി ഞങ്ങളും ചേരുകയാണ് എന്ന്. തീർച്ചയായും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് ലഭിക്കുന്ന ഒരു നവോന്മേഷമായി, നവ ഊർജമായിട്ട് നമുക്കത് കാണാവുന്നതാണ്. അത്തരം നവോന്മേഷത്തിന്റെ, നവ ഊർജ പ്രസരണത്തിന്റെ ഘട്ടങ്ങൾ നാം പ്രതീക്ഷിക്കേണ്ടതാണ്. ആ പ്രതീക്ഷയോടുകൂടി ഇസ്ലാമിക ദർശനം നെഞ്ചേറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതാണ്. ഭീഷണികൾക്ക് മുമ്പിൽ പതറാത്ത വിശ്വാസി സമൂഹമാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കരുത്ത്. ഫറോവ ഭീഷണി ഉയർത്തിയപ്പോൾ, ഫാഷിസ്റ്റ് ഫറോവൻ രാഷ്ട്രം, അമിതാധികാര പ്രയോഗം നടത്തുന്ന ഫറോവൻ രാഷ്ട്രഘടന ഭീഷണി ഉയർത്തപ്പോൾ, ഉന്മൂലന ഭീഷണി ഉയർത്തിയപ്പോൾ, നമ്മളും ഒരു ഉന്മൂലന ഭീഷണിയിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. പൗരത്വം നിഷേധിച്ചുകൊണ്ട് ഉന്മൂലന ഭീഷണിയിലൂടെ കടന്നു പോകുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ മുമ്പാകെ വലിയ ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു മുദ്രാവാക്യമാണത്. ശത്രുക്കളോട് പറയാണ്, നിങ്ങൾ വിധിക്കാനുള്ളത് വിധിച്ചോളൂ, തീരുമാനിക്കാനുള്ളത് തീരുമാനിച്ചോളൂ, ഞങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകും. ഞങ്ങളുടെ പ്രചോദനം എന്ന് പറയുന്നത് നാളെ ആഖിറത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. ഈ ദുനിയാവിൽ ശത്രുവിന് പ്രവർത്തിച്ചാലും ഇടപെട്ടാലും ഈ ദുനിയാവിന്റെ പരിധിക്കകത്തി ഇത്തിരി വെട്ടത്തിലും വട്ടത്തിലും മാത്രമേ ശത്രുവിന് സ്വാധീനമുള്ളൂ.
ഭൂമിക്കപ്പുറം ലോകമുണ്ടെന്ന് കരുതുന്ന, ദുനിയാവിനപ്പുറം ലോകമുണ്ടെന്ന് കരുതുന്ന, ഇഹലോകത്തിനപ്പുറം മറ്റൊരു പരലോകം, വിശാലമായ പരലോകമുണ്ട് എന്ന് കരുതി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന്റെ ഊർജം അപഹരിക്കുവാനോ, ശക്തി ക്ഷയിപ്പിക്കുവാനോ, ചൈതന്യം ചോർത്തിക്കളയുവാനോ ഒരു ശത്രുവിനും ഒരു ഘട്ടത്തിലും സാധിക്കുകയില്ല എന്ന തിരിച്ചറിവ് ഈ ഭാഗം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇബ്ലീസ് എന്ന മുഖ്യ ശത്രുവിനെതിരെ എപ്പോഴും കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇബ്ലീസ് എന്ന മുഖ്യ ശത്രുവിനെതിരെയുള്ള നമ്മുടെ ഏറ്റവും ആവേശകരമായ കരുത്തുറ്റ ആയുധം എന്ന് പറയുന്നത് ദിക്റുള്ളയാണ്. വമൻ ആറള അൻ ദിക്രി ഫഇന്നഹു മഈശതൻ ലംഗ വനഹ്ശറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ദിക്റുള്ള കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കണം. ദിക്റുള്ള കൊണ്ട് നമുക്ക് നമ്മുടെ നിലപാടുകളെ വിശാലമാക്കണം. ദിക്റുള്ള കൊണ്ട് നമുക്ക് സർവ്വ ഇടുക്കങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റുള്ള ഇല്ലെങ്കിൽ നമ്മുടെ ഹൃദയം ഇടുങ്ങിപ്പോകും. നാം പരലോകത്ത് അന്ധരായി എഴുന്നേൽക്കേണ്ടി വരും. അവസാനിപ്പിക്കുകയാണ്. ഈ ജുസ് നമുക്ക് ആധ്യാത്മികമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഉലിന്നുഹാ. ബുദ്ധിയുള്ളവർക്കൊക്കെ അതിൽ ഒരുപാട് ആലോചിച്ച് കണ്ടുപിടിക്കാനുണ്ട്. ഒന്ന്, അസ്സബറിനെ കുറിച്ചാണ് ഈ ജുസ് അവസാനം സംസാരിക്കുന്നത്. രണ്ട്, അസ്വലാത്തിനെ കുറിച്ചാണ് ഈ ജുസ് അവസാനം സംസാരിക്കുന്നത്. മൂന്ന്, ഭൗതിക വിരക്തിയെ കുറിച്ചാണ് ഈ ജുസ് അവസാനം സംസാരിക്കുന്നത്. തഖ്വയുള്ളവർക്കാണ് ഏറ്റവും ഉന്നതമായ പര്യവസാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ജുസ് സമാപിക്കുന്നത്. വിജയിക്കാൻ പോകുന്ന സംഘത്തെ കുറിച്ച് നേർവഴിയുടെയും ഹിദായത്തിന്റെയും സംഘം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ ജുസ് സമാപിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അർപ്പിച്ച് പരലോകത്തിൽ പ്രതീക്ഷിച്ച് ദിക്റുള്ളയെ ആയുധമാക്കി വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവും രാഷ്ട്രീയവുമായ മണ്ഡലങ്ങളിലെല്ലാം തന്നെ ദീനിന്റെ പ്രാതിനിധ്യം നിർവഹിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.